ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. സ്വാമിയെ ശരണമയ്യപ്പ. അന്ന് കല്ലും മുള്ളും ശബരിമലയ്ക്ക്. ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ധനികർ പത്തനംതിട്ട ജില്ലയിലെ ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്ര ശ്രീകോവിലിൽ നിറയ്ക്കുന്നത് കോടികൾ, മറ്റ് കാണിക്കകൾ. കേരളത്തിലെ മറ്റ് അമ്പലങ്ങളിലെ ക്ഷേത്രപൂജകൾക്കായി ആയിരക്കണക്കിന് ജീവനക്കാരുടെ ജീവിത ചെലവുകൾക്കായി ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾ ചിലവഴിക്കുന്നത് 1000 കോടികൾ. ശബരിമല സീസണിൽ 70,000 പേർ ദർശനം തേടുമ്പോൾ VIP, VVIP, കേന്ദ്രമന്ത്രിമാർ, രാഷ്ട്രപതി വരെ അയ്യപ്പൻ്റെ ശ്രീകോവിലിനരികെ ദർശനം തേടി ആത്മനിർവൃതി തേടുമ്പോൾ കോടിക്കണക്കിന് ഭക്തരെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വെളിപ്പെടുത്തൽ. ശബരിമലയിലെ 2 ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ, പീഠങ്ങൾ ചെന്നൈയിലേക്ക് അനുമതിയില്ലാതെ കൊണ്ടുപോയെന്ന് കോടതിയിൽ ഹർജി നൽകുകയും ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ, പീഠങ്ങൾ ശബരിമലയിൽ തിരിച്ചെത്തിച്ച ഹൈക്കോടതി മുൻപ് ദ്വാരപാലക ശില്പങ്ങളിൽ പതിച്ച സ്വർണത്തിലെ അളവിൽ കുറവ് കണ്ടെത്തുകയും 1997 കർണാടക ബിസിനസ്സുകാരനായ വിജയ് മല്യ ഹൈക്കോടതിയിൽ നിന്നും അനുമതി തേടി 130 കിലോ കൂടുതൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത സ്വർണം ശബരിമലയിൽ വെച്ച് ചെമ്പുപാളികളിൽ പതിപ്പിച്ച് ഭക്തർക്ക് ദർശനം നൽകുകയും 2019 ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉരുക്കി സ്വർണം പൂശുകയും പൂശിയ സ്വർണത്തിൽ ബാക്കി വന്ന 475 ഗ്രാം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിച്ചു നൽകുകയും 109 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വർക്കിനായി നൽകുകയും ഉരുക്കുമ്പോൾ 1/3 കിട്ടുകയുള്ളൂ എന്നും ഒരു ഭാഗം പൂശുകയും ഒരു ഭാഗം നഷ്ടപ്പെടുകയും ഒരു ഭാഗം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിച്ചു നൽകുകയും 1.5 കിലോ വരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണങ്ങൾ പൂശിയപ്പോൾ 1/2 കിലോ ആയി കുറയുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർമാരിൽ നിന്നും സ്വർണം ലഭിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിച്ചു നൽകിയ 475 ഗ്രാം സ്വർണം എവിടെയെന്നും ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠങ്ങൾ കണ്ടെടുക്കുകയും 39 ദിവസങ്ങൾക്കു ശേഷമാണ് പുറത്തു കൊണ്ടുപോയ ശബരിമലയിലെ ശില്പങ്ങൾ തിരിച്ചെത്തിച്ചത്. ശബരിമലയിലെ സ്ട്രോങ് റൂമിലെ രേഖകൾ പരിശോധിക്കുന്നു. മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം ശബരിമലയിൽ. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ തുടരുന്നു. 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് സഹകരിക്കൂ.